ഹലോ, വെൽക്കം ബാക്ക് ഗൈസ്. അപ്പോൾ ഗൈസ് ഞാൻ കോബാറിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കോബാറിലാണ് ചാച്ചൻ്റെ റൂമുള്ളത്. അപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുട്ടിയും ബസ്സിലാട്ടോ പോണേ. കണ്ടില്ലേ, നമ്മൾ എത്താറായിട്ടുണ്ട് ഗൈസ്. നമുക്ക് എത്താറാകുമ്പോൾ സ്ഥലം എന്താ ഇങ്ങനെ നമ്മുടെ റാക്കയിലോട്ട് വന്നേക്കാണ്. ഇന്നലെ നൈറ്റ് നമ്മളെ ഫാദർ ലോഞ്ച് ആയിട്ടുണ്ട്. വെക്കേഷൻ പോയിട്ട് തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പുള്ളിയെ കാണാൻ വേണ്ടിയിട്ട് പോവാണ്. ഇന്നലെ രാത്രി എനിക്ക് പോകാൻ പറ്റില്ല, രാവിലെ ഡ്യൂട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഹാഫ് ഡേ ആയതുകൊണ്ട് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് നേരെ വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ പുള്ളിയുടെ റൂമിൻ്റെ അടുത്തോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ ബസ്സിലാണ് ബസ്സിൽ വന്നിട്ട് ഇവിടെ ഇറങ്ങി പുള്ളിയുടെ റൂമിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ക്ലൈമറ്റ് ആട്ടോ, നല്ല കാറ്റ്. പക്ഷേ ഇന്നലെയൊക്കെ നല്ല തണുപ്പായിരുന്നു. മഴയ്ക്ക് ചെറിയ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷേ ലൈറ്റ് ചെറുതായിട്ടുണ്ട്, കുഴപ്പമില്ല അല്ലേ. പക്ഷേ ഈ ഏരിയ അടിപൊളി രസമാട്ടോ കാണാൻ. നല്ല ഫുൾ പച്ചപ്പൊക്കെ നിറഞ്ഞിട്ട് ഈ ഏരിയയിൽ കൂടുതലും മലയാളീസിനാണ് കേട്ടോ. മൊത്തം വില്ലകളാണ്. പിന്നെ വില്ലകളാണ്. അപ്പോൾ കൂടുതലും മലയാളീസും ഇന്ത്യക്കാരുമാണ് കൂടുതലുള്ളത്. കാരണം ഇവിടെ അടുത്ത് സ്കൂളുണ്ട്, ഇന്ത്യൻ സ്കൂൾ വിട്ടിട്ടുണ്ട്. കൂടുതലൂടെ ഫാമിലീസാണ് കൂടുതലുള്ളത്. സൗദി അറേബ്യയിൽ ഇതേ കണക്ക് മരങ്ങൾ നിൽക്കുന്നുണ്ടല്ലോ. നമ്മളൊക്കെ വിചാരം സൗദി അറേബ്യ ഫുൾ മരുഭൂമിയാണ്. മരുഭൂമി ഉണ്ട്, കണക്കത്തെ മരങ്ങളുണ്ട്. ഞാൻ അവിടുന്ന് കയറിയപ്പോഴത്തേക്ക് ഫുള്ള് വീഡിയോ എടുക്കുക കാരണം വിളിക്കാൻ പറ്റില്ല. ഞാൻ വിചാരിച്ച് ഇന്നലെ നൈറ്റാണ് വന്നത്. അപ്പോൾ റൂമിൽ കിടന്ന് ഉറങ്ങുമെന്ന് വിചാരിച്ചു. ഇതാ പുള്ളിക്കാരൻ ലുലുവിലെങ്ങാണ്ട് പോയേക്കണം. അപ്പോൾ ഒരു 10 മിനിറ്റ് പോസ്റ്റ് ആവും. അടുത്ത് തന്നെയാണ് വരും. അതുവരെ നമുക്കിങ്ങനെ വെളിയിൽ നിൽക്കേണ്ടി വരും. ഇങ്ങനെ റൂമിൻ്റെ അടുത്ത് എത്തി കേട്ടോ. ഇവിടെ കൃഷിയൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഞാൻ കുറേയൊക്കെ വാടിപ്പോയി കാണും. വല്ലതും കൊണ്ടുപോകും നോക്കട്ടെ. എന്താ ഇവിടെയൊക്കെ കൃഷി ചെയ്തിട്ടിരുന്നതാണ്, അതെല്ലാം വാടിപ്പോയി. കണ്ടോ, കച്ചാവ കഴിച്ചാണുണ്ടോ. പുള്ളിക്കാരൻ ലുലുവിന് സാധനമൊക്കെ മേടിച്ചുകൊണ്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. റൂമിൽ എത്തി പറഞ്ഞേ സംസാരമൊന്നുമില്ല, നേരെ ഉണ്ണിയപ്പം ഫസ്റ്റ് അതാണ് ഉണ്ണിയപ്പം. നാട്ടിൽ പോട്ടെന്നെ വിശേഷങ്ങൾ പറയാം. നാട്ടിൽ പോട്ടെന്നെ വിശേഷങ്ങളാ. അടിപൊളി, നല്ല ചൂട് കാട്ടില്, കുഴപ്പമൊന്നുമില്ല, മഴയൊന്നും പെയ്തില്ല, എല്ലാം ഓക്കെ, ഗുഡ്. എവിടെയൊക്കെ പോയി നാട്ടിൽ പോയിട്ട്? നാട്ടിൽ പോയിട്ട് എവിടെ പോയി? നാട്ടിൽ പോയിട്ട് കറക്കാം, ചെറിയ ചെറിയ കറക്കങ്ങൾ. ഒരു വാഗമുണ്ട്, ഒരു വെട്ടുകാട്, ഒരു വേളി, പൊന്മുടി. ചുമ്മാ നോക്ക് മക്കളെ, നോക്കൂ, ഇത് കണ്ടോ ഫുള്ള് ഞാൻ വന്നിട്ട് ഉച്ചക്കത്തേക്കുള്ള ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇന്നലെ കൊണ്ടുവന്ന ബീഫ് ഉണ്ടാക്കുന്ന പ്രിപ്പറേഷനിലായിരുന്നു. ഇതല്ലേ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. സെറ്റാക്കി ചോറുണ്ട്, ചോറ്, രസം, ചിക്കൻ കറി. ഇതാണ് ചിക്കൻ കറി. മുമ്പത്താ എന്താ, ഇതാണ് ഹൈലൈറ്റ് സാധനം. ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചോറ് കഴിക്കാതെയാണ് വന്നത്. അപ്പോൾ ഗായ്സ്, അങ്ങനെ നല്ല ബീഫ് കറിയൊക്കെ കൂട്ടി നല്ല രീതിയിൽ ഫുഡ് അടിച്ചിട്ട് വന്നിരുന്നപ്പോഴത്തേക്ക് നല്ല ഉറക്കം. ഒന്നൊന്ന് ഉറങ്ങിയാലോന്ന് വിചാരിച്ചു. ഇവിടെ എല്ലാവരും സൈഡായിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ പോയി കിടക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അത് മാത്രമല്ല, അടുത്ത വീഡിയോ സെക്കൻഡ് പാർട്ടി വരെ വർക്ക് വേണ്ടിയിട്ട് പോയി. പിന്നെ അതേ ഉണ്ടോ, ഇപ്പോൾ ചാച്ച നാട്ടിൽ നിന്ന് ഇവിടെ നല്ലൊരു മേക്കൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇതെല്ലാവരോടെ അതിൻ്റെ അൺബോക്സിങ് വീഡിയോ അടുത്ത വീഡിയോയിൽ വന്നിട്ടുണ്ട്. ഓക്കെ.